ജീവനെടുത്ത ഭർത്താവിന് കടുത്ത ശിക്ഷ, ഇരട്ട ജീവപര്യന്തം. ചേർത്തല അമ്പിളിക്കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് രാജേഷ് കുമാറിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കൊലപാതകത്തിന്റെ ക്രൂരത കണക്കിലെടുത്താണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്ന അമ്പിളിയെ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് നടുറോഡിൽ വെച്ച് രാജേഷ് കുത്തി കൊല്ലുകയാണ്. സുഹേൽ, 2024 മെയ് 18 അന്നത്തെ ദിവസത്തെ കളക്ഷൻ പൂർത്തിയാക്കിയാണ് അമ്പിളി തിരുനെല്ലൂർ സഹകരണ ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഈ സമയം കയ്യിൽ അന്നത്തെ കളക്ഷൻ പൂർത്തിയാക്കി ഉണ്ടായിരുന്ന തുകയടക്കം ബാഗിൽ ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് പോകും വഴി ചേർത്തല അരുക്കുട്ടി റോഡിൽ വെച്ച് ബൈക്കിൽ പിന്നാലെ പിന്തുടർന്നെത്തിയ ഭർത്താവ് രാജേഷ് കുമാർ അമ്പിളിയെ തടഞ്ഞു നിർത്തുന്നു. അവിടെ വെച്ച് ചില സംസാരങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകുന്നു. പിന്നീടാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അമ്പിളിയെ തുരുതുരെ വെട്ടിയത്. ആദ്യഘട്ടത്തിൽ കഴുത്തിലും നെഞ്ചിലും വെട്ടേറ്റിരുന്നു. പക്ഷേ അതിൽ അമ്പിളി മരിച്ചില്ല എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി കൂടുതൽ തവണ വെട്ടുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും വയറ്റിലും മുഖത്തുമെല്ലാം ആ രണ്ടാമത്തെ ആക്രമണത്തിൽ അമ്പിളിക്ക് കുത്തേറ്റിരുന്നു. അങ്ങനെ 17 തവണയാണ് അതിക്രൂരമായി രാജേഷ് അമ്പിളിയെ വെട്ടിയത്. അങ്ങനെ അമ്പിളി മരണപ്പെടുകയായിരുന്നു. മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം അമ്പിളിയുടെ കളക്ഷൻ തുക അടക്കമുണ്ടായിരുന്ന ബാഗും തട്ടിപ്പറിച്ചുകൊണ്ടാണ് രാജേഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ പോലീസ് ഉടനെ തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ കേസിന്റെ വിചാരണ കാലയളവിൽ ഇയാൾ റിമാൻഡിലായിരുന്ന കാലയളവിലടക്കം വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം ജാമ്യാപേക്ഷയുമായി പ്രതി രാജേഷ് കുമാർ സമീപിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കോടതികൾ തള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്തിമ വിചാരണയിലടക്കം കൃത്യമായ സാക്ഷിമൊഴികളും ദൃക്സാക്ഷിയും ഒപ്പം തെളിവുകളുമടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതിന് അപ്പുറത്തേക്ക് മെഡിക്കൽ തെളിവുകളടക്കം ഹാജരാക്കിയതിന്റെ പുറത്താണ് ഇന്ന് ജില്ലാ സെഷൻസ് കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാണ് ഇരട്ട ജീവപര്യന്തം പ്രതി രാജേഷ് കുമാറിന് വിധിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന്റെ മാത്രമല്ല കവർച്ചയ്ക്ക് കൂടിയാണ് നിലവിൽ രാജേഷിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. രാജേഷ് ഈ കൊലപാതകം നടക്കുന്ന കാലയളവിൽ ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു. എന്തായാലും അത്രത്തോളം ക്രൂരമായ കൊലപാതകം വന്ന നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു 2 വർഷം മുമ്പ് ചേർത്തല അരുക്കുറ്റി റോഡിൽ വെച്ച് നടന്നത്. നിലവിൽ പ്രതി ഈ റിമാൻഡ് കാലയളവിലായിരുന്നു. അതിനിടെയാണ് കടുത്ത ശിക്ഷ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുഖേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.